ഇന്നത്തെ തലമുറ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സനാതന ധർമ്മത്തെക്കുറിച്ച് ഇതെന്തിനു വേണ്ടി, ഇതെന്തിനാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അത് ചെയ്യണം, ചെയ്യാതിരുന്നാൽ കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കണം. ആദ്യമേ തന്നെ പറയട്ടെ, സനാതനധർമ്മം ശാസ്ത്രങ്ങളെല്ലാം തന്നെ ചോദ്യോത്തര ഫോർമാറ്റിലാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒന്നുകിൽ പാർവതീദേവി ശിവനോട് ചോദിക്കുകയാണ്, ശിവൻ ഉത്തരം പറയുന്നു. ആ ഒരു ഫോർമാറ്റിൽ ചോദ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ അസാധ്യമാണ്. ചോദ്യങ്ങളെ പ്രചോദിപ്പിക്കുകയാണ് സനാതനധർമ്മം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് ഇനി പറയാൻ പോകുന്നത്. ചോദ്യങ്ങൾ അസ്ഥാനത്താവരുത് എന്നുള്ള ഒരു ചിന്ത ഇവിടെയുണ്ട്. ഇന്ന് ചിലരിൽ കാണുന്ന പ്രവണതയാണ് പറയാൻ പോകുന്നത്. ഇത് ശരിയാണെങ്കിൽ സ്വീകരിക്കുക, കൊള്ളേണ്ടത് കൊള്ളുക, തള്ളേണ്ടത് തള്ളുക. ഒരു ഉദാഹരണത്തിലൂടെ കാര്യം വ്യക്തമാക്കാം. നാം ഒരു വിഷയം പഠിക്കുമ്പോൾ, പഠിച്ച ശേഷം അതൊരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയി കുറേ കാലം കഴിയുമ്പോൾ അത് ഫാക്റ്റായി മാറപ്പെടും. അപ്പോൾ ആദ്യം ബിലീഫിൽ നിന്ന് തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷം അത് ഫാക്റ്റാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കുറച്ച് സമയം വേണ്ടിവരും. ഉദാഹരണം, നാം ഏവരും 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിച്ച ഒരു ഫോർമുലയാണ്, ഏവർക്കും അറിയാം. E=mc². ഏവർക്കും അറിയാം. ടീച്ചർ പഠിപ്പിക്കുന്നു, നാം മനഃപ്പാഠമാക്കുന്നു, മനഃപ്പാഠമാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ്. ടീച്ചറിൻ്റെ അടുത്ത് അന്ന് ചോദിക്കുവാനുള്ള അറിവില്ല മേ ബി. ഇനി അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തത് എന്നുള്ളത്. ഇനി അന്ന് അറിവ് വന്ന് ചോദിച്ചാൽ തന്നെയും ടീച്ചർ പറയും, ഇതിപ്പോൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, BSc പോകുമ്പോൾ പഠിക്കും, അല്ലെങ്കിൽ എൻജിനീയറിംഗ് പോകുമ്പോൾ അവിടെ പഠിപ്പിക്കും എന്ന് ടീച്ചർ പറയും. ഈ ഒരു എക്സാമ്പിൾ മനസ്സിൽ വെക്കുക. അപ്പോൾ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ അത് ഹൃദയസ്ഥമാക്കി E=mc² എന്തോ ഒരു പ്രിൻസിപ്പിളാണ്, അത് മനസ്സിലായി. അത് എങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നു, എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ടീച്ചർ പറഞ്ഞതിനെ അത് ഇല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ, ആ ഫോർമുല സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് നാം ചെയ്തത്. വിശ്വാസം മാത്രമാണ് അവിടെ ഫാക്റ്റ് ആയിട്ടില്ല. പക്ഷേ ഒരു 5 കൊല്ലത്തിന് ശേഷം BSc ഫിസിക്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ അത് ഡിറൈവ് ചെയ്യുവാനായിട്ട് പഠിക്കുന്നു. ഡിറൈവ് ചെയ്തപ്പോൾ ഈ വിശ്വാസം അത് ഫാക്റ്റായിട്ട് മാറി, അറിവായിട്ട് മാറി. അവിടെ വിശ്വാസമല്ല, ഫാക്റ്റായിട്ട് മാറി. അപ്പോൾ ആദ്യം വിശ്വാസം, നടുക്ക് കുറേ ടൈം ഫ്രെയിം എടുക്കും, അതിനുശേഷം അത് ഫാക്റ്റായി. അവിടെ വിശ്വാസം ഇല്ല. അപ്പോൾ ആ വിശ്വാസം ഫാക്റ്റാവുന്നതിനും ഇടയ്ക്കുള്ള ഒരു സമയമുണ്ട്. അതിനെ അഭ്യൂഹം എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ അത് ഒന്നുകൂടി വ്യക്തമാക്കാം. ഇന്ന് ഇതേ ഒരു വിഷയത്തെ ചിന്തിക്കുവാനായിട്ട് ആരും തയ്യാറല്ല. സനാതനധർമ്മത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് പല കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നാം പഠിക്കാതെ തന്നെ പോകുന്ന ഒരു അവസ്ഥയുണ്ടോ എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഒരാൾ PhD ഫിസിക്സ് ഒക്കെ എടുത്തിട്ട് ദാസേട്ടൻ്റെ, യേശുദാസ് സാറിൻ്റെ വാതാപി ഗണപതി ഇങ്ങനെ കീർത്തനം കേട്ട് അദ്ദേഹത്തിന് പഠിക്കണം എന്നുള്ളൊരു മോഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയാണ് പഠിക്കാനായിട്ട്. അദ്ദേഹം ആദ്യത്തെ ദിവസം ദക്ഷിണയൊക്കെ സ്വീകരിച്ച ശേഷം ക്ലാസ് എടുക്കുകയാണ്. ആദ്യത്തെ ദിവസം അപ്പോൾ വന്നിരിക്കുന്ന ആൾ PhD ഒക്കെ എടുത്ത് ഡോക്ടറേറ്റ് ആണ്, ഫിസിക്സൊക്കെ പഠിച്ച്, സൗണ്ടൊക്കെ വരുന്നത് ഫിസിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത്. സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ ഏവരും കേട്ട് കാണും. അപ്പോൾ അദ്ദേഹം ക്ലാസ്സിലിരിക്കുകയാണ്, വാതാപിയൊക്കെ കേട്ട് ദാസേട്ടൻ്റെ മുമ്പിൽ അങ്ങനെ കൂപ്പി നിൽക്കുകയാണ് ഇങ്ങനെ ആദ്യത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ അദ്ദേഹം പാടുകയാണ്, സാ എന്ന് പാടിക്കൊടുക്കുകയാണ്. ഇദ്ദേഹം പാടുന്നില്ല. വീണ്ടും അദ്ദേഹം പാടുകയാണ്, സാ എന്ന് പാടുകയാണ്. വീണ്ടും ഇയാൾ പാടുന്നില്ല. അപ്പോൾ ദാസേട്ടൻ ചോദിച്ചു, എന്താ പാടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ, സാ അല്ലല്ലോ സാറേ, വാതാപി, വായിലാണല്ലോ തുടങ്ങേണ്ടത്, വാതാപി അങ്ങനെയല്ലേ പഠിപ്പിക്കേണ്ടത്, സായിലല്ലല്ലോ. അപ്പോൾ ദാസേട്ടൻ പറയാണ്, സരിഗമ പദനിസ പഠിച്ചാലേ ഇത് പാടാൻ പറ്റുള്ളൂ. ഈ വാതാപി ഗണപതി കീർത്തനത്തിൽ ആദ്യം സരിഗമ പദനിസയുണ്ട്, അതിനകത്തുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇദ്ദേഹം പറയാണ്, വാതാപി ഗണപതിം, ഇതിനകത്ത് എവിടെയാണ് സരിഗമ പദനിസ?
എനിക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ, ഇല്ലല്ലോ എന്ന് തർക്കിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഇങ്ങേർക്ക് പഠിപ്പിക്കാൻ അറിയില്ല, ഞാൻ വാതാപി പഠിക്കുവാനായിട്ട് വന്നു, ഇദ്ദേഹം എന്നെ സരിഗമ പദനിസ പഠിപ്പിക്കുന്നു. ഈ ഒരു ഗ്യാപ്പ് ഏവരും ചിന്തിക്കുക. കുറച്ച് ദിവസം ഒരു സമയം കൊടുത്ത് ദാസേട്ടൻ്റെ അടുത്ത് പഠിക്കാനിരുന്നാൽ തീർച്ചയായിട്ടും വാതാപി ഗണപതിയും അദ്ദേഹം പഠിച്ചിരിക്കും. ഇത് ആദ്യത്തെ ദിവസം തന്നെ അസ്ഥാനത്തുള്ള ചോദ്യങ്ങളും ചോദിച്ച് ഒന്നും പഠിക്കാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മെസ്സേജ് ഏവരും ചിന്തിക്കുക. നമസ്കാരം.